തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ബി.ജെ.പി. കൗൺസിലറെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടപടിയിൽ മന്ത്രിസഭയിൽ തന്നെ ഭിന്നത നിലനിൽക്കുകയാണ്. ആകാശത്തേക്ക് വെടിയുതിർത്ത പോലീസ് നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത് എത്തിയിരുന്നു. തീർച്ചയായും കാപ്പ കേസ് അടക്കം ചുമത്തപ്പെട്ട ഒരു പ്രതിയെ ആയിരുന്നു. അവിടെ സംഘർഷ സാധ്യതകൾ ഉണ്ടായിരുന്നു. അതായത് പോലീസിന്റെ അറസ്റ്റ് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടന്നത്. അങ്ങനെ ഏറെ ശ്രമകരമായാണ് പോലീസ് ഈ സുഗതനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുമ്പോൾ പോലീസിന് ധൈര്യം വർദ്ധിപ്പിക്കുന്ന, അവരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം ഈ പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലത്തെ MLA എന്നത് കെ മുരളീധരനാണ്, ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള കെ മുരളീധരൻ. എന്നാൽ പോലീസിന്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ പോലീസ് ചെയ്ത നടപടിയെ വിമർശിക്കുകയാണ് ചെയ്തത്. അനാവശ്യ സംഘർഷങ്ങൾ പോലീസ് ഉണ്ടാക്കരുത് എന്നതായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ജനങ്ങൾക്കിടയിൽ ഇത് ആശങ്കയ്ക്ക് വഴിവെക്കുമെന്നും മുരളീധരൻ ചേർത്തുവെച്ചു. ഇതോടെ വിഷയത്തിൽ മന്ത്രിസഭയിലെ ഭിന്നത പരസ്യമാവുകയും ചെയ്തു. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. ഈ വാർത്തയിലേക്കാണ് നമ്മൾ വിശദമായി പോകുന്നത്. ഇതിന് പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, മന്ത്രിസഭയിലെ ഈ ഭിന്നാഭിപ്രായം എന്നതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഈ ആരോപണ വിധേയനായിട്ടുള്ള സുഗതന്റെ പശ്ചാത്തലം എന്താണ്, അത് ബി.ജെ.പി. എന്തുകൊണ്ടാണ് സുഗതനെ സംരക്ഷിക്കുന്നത്, തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം മന്ത്രിസഭയിലെ അഭിപ്രായ ഭിന്നതയിലേക്ക് തന്നെ പോകാം. ഡാൻ ഉണ്ട്. ഡാൻ, ഇതാ തീർച്ചയായും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് പോലീസിനെ അടക്കം മർദ്ദിച്ച ഒരു സാഹചര്യം, അവിടെ ആൾക്കൂട്ടമുണ്ടായ ഒരു പശ്ചാത്തലം. ഇങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നു പോലീസിന് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ടി വന്നത്. അതൊരു മുന്നറിയിപ്പാണ് എന്നത് നമുക്കറിയാം. അതിനെയാണ് ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചത്. പക്ഷേ അതേ മന്ത്രിസഭയിലെ തന്നെ മുരളീധരൻ അത് അനാവശ്യമായ ഒരു വെടിയൊച്ചയായി എന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഭിന്നതയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊരു ഭിന്നത ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ രണ്ടുപേരും കോൺഗ്രസ് നേതാക്കളാണ് എന്നതുകൊണ്ട് തന്നെ പാർട്ടി അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഒക്കെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള സാധ്യതയും, ഒരേ ശബ്ദമായിരിക്കണം ഇവരുടേതും എന്ന ഒരു നിർദ്ദേശത്തിനുള്ള സാധ്യതയും എത്രത്തോളമാണ്? വട്ടിയൂർക്കാവ് വെള്ളൈക്കടവിലെ ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കൌൺസിലർ കൂടിയായ വാഴോട്ടുകോണം കൌൺസിലർ കൂടിയായ സുഗതനെതിരെ വട്ടിയൂർക്കാവ് പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസിന്റെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് നേരത്തെ തന്നെ റൌഡി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സുഗതൻ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ പോലീസിന്റെ നിരീക്ഷണം സുഗതന്റെ വീട് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് സുഗതൻ എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ഹൈക്കോടതിയിൽ നിന്ന് സുഗതന്റെ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം കൂടി എത്തിയതോടെയാണ് തുടർ നീക്കങ്ങളിലേക്ക് ചടുലമായി കടക്കാനുള്ള തീരുമാനത്തിൽ കഴിഞ്ഞ ദിവസം എത്തുകയും അങ്ങനെ മിനിഞ്ഞാന്ന് വൻ പോലീസ് സംഘം എയർ ക്യാമ്പിൽ നിന്നും ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെ സുഗതന്റെ വീട്ടിലേക്ക് വൻ പോലീസ് സംഘം എത്തുകയും വീടിനുള്ളിൽ നിന്ന് സുഗതനെ രാത്രി അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തുകയും ചെയ്തത്. അതിനിടയിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം വീട്ടിൽ അരങ്ങേറിയത്. കുടുംബാംഗങ്ങളടക്കം സുഗതനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരാനുള്ള നീക്കം തടയാൻ ശ്രമിക്കുന്നു. അവിടേക്ക് ബി.ജെ.പി. പ്രവർത്തകരെത്തുന്നു. അത് പോലീസും ബി.ജെ.പി. പ്രവർത്തകരും തമ്മിലുള്ള ഒരു നേർക്കുനേർ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നൊരു ഘട്ടത്തിൽ CI വിപിൻ, വട്ടിയൂർക്കാവ് CI വിപിൻ ആകാശത്തേക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റളിൽ നിന്ന് വെടിയുതിർക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നാടകീയമായി സുഗതനെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ മാറ്റി വൈദ്യപരിശോധനയ്ക്കൊക്കെ ശേഷം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇതാണ് കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ചത്. അതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ പോലീസ് നടപടിയെ സംബന്ധിച്ച് എന്താണ് പ്രതികരണം എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വളരെ അഭിനന്ദനീയമായ കാര്യമാണ് ചെയ്തത്. സംഘർഷ സമാനമായ ഒരു സാഹചര്യത്തിൽ ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ, മറ്റൊരു തലത്തിലേക്ക് സംഘർഷം കടക്കാതിരിക്കാൻ
അവിടെ യുക്തിപരമായ ഒരു തീരുമാനമാണ് CI എടുത്തത്. അവിടെ ആ തീരുമാനമെടുത്ത ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം അഭിനന്ദിക്കുന്നുവെന്ന് അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരണം നടത്തുന്നു. ആ പ്രതികരണം വന്ന മണിക്കൂറുകൾക്കപ്പുറമാണ് കെ മുരളീധരൻ ഇന്നലെ കോഴിക്കോട്ട് നിന്ന് തിരികെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇതേ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്ഥലം MLA കൂടിയായ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് വളരെ അപ്രതീക്ഷിതമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകാൻ പാടില്ല. ഈ വെടിവെച്ച ഇവിടം കൊണ്ട് അവസാനിക്കണം. ജനങ്ങളെ അനാവശ്യമായി ഭീതിയിലാഴ്ത്തുന്ന ആശങ്കയിലാഴ്ത്തുന്ന ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് കേട്ട ഒച്ചകളാണ്. ആ വെടിയൊച്ചകൾ ഇവിടം കൊണ്ട് അവസാനിക്കണം എന്ന വളരെ വ്യത്യസ്തമായ ഒരു നിലപാട് കെ മുരളീധരൻ പറഞ്ഞതോടെയാണ് മന്ത്രിസഭയിലെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർക്കിടയിൽ തന്നെ ഈ വിഷയത്തിലുള്ള ഭിന്നത മറനീക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും പാർട്ടിയിലെ ഒരു വിഭാഗവും മുതിർന്ന നേതാക്കളും സമാനമായ അതേ നിലപാടിൽ തന്നെയാണ്. കാരണം ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി എതിർചേരികൾക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. സുഗതൻ വ്യക്തിപരമായി ഉൾപ്പെട്ടിരിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടാണ് സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സുഗതൻ നോക്കിക്കൊള്ളും. അതിനപ്പുറത്തേക്ക് അത് രാഷ്ട്രീയമായി UDF-നെതിരെ ഒരു ആയുധം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നടപടിയായി വ്യാഖ്യാനിക്കാൻ അവസരം ബോധപൂർവം ഉണ്ടാക്കരുത്. പോലീസിന്റെ നിയന്ത്രണം ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെയും കയ്യിലായിരിക്കണം എന്നതടക്കമുള്ള കർശനമായ നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗം എത്തുകയാണ്. വരുന്ന മന്ത്രിസഭാ യോഗത്തിലും പാർട്ടിയുടെ നേതൃയോഗങ്ങളിലുമൊക്കെ അവർ അത് ഉന്നയിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും മുരളീധരൻ നടത്തിയ ഈ പ്രതികരണത്തോട് രമേശ് ചെന്നിത്തലയോ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളോ ഒന്നും ഇതുവരെ ഒരു തരത്തിലുള്ള മറുപടിയും നൽകിയിട്ടില്ല. പക്ഷേ ഒരു പരസ്യമായ വാക്പോരിലേക്ക് ആരും കടക്കാൻ സാധ്യതയില്ല. അതിനപ്പുറത്തേക്ക് ആഭ്യന്തരമായി തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ അത് വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാതെ പാർട്ടിക്കുള്ളിൽ തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഇന്നലെ ഉണ്ടായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതികരണങ്ങൾ സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഭിന്നത മറനീക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. BJP കൌൺസിലർ ആയിട്ടുള്ള സുഗതന്റെ അറസ്റ്റ് അല്ലെങ്കിൽ സുഗതനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയിൽ അതിൽ ആണ് ഇപ്പോൾ മന്ത്രിസഭയ്ക്കകത്ത് അഭിപ്രായ ഭിന്നതയുള്ളത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് സംവിധാനങ്ങളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. എന്നാൽ അനാവശ്യമായ വെടിയൊച്ചയാണ് അവിടെ കേട്ടത് എന്നതായിരുന്നു ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. അങ്ങനെ ഒരേ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കൃത്യമായ ഭിന്നത തന്നെയാണ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.